ഹലോ മച്ചാമാരെ, ടെക് വൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാമാരെ, ഞാനൊന്ന് വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻജിനിൽ, ജനറേറ്ററിൽ, കൺട്രോളറിൽ ഇപ്പം കണ്ടുവരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ലോ ഓയിൽ പ്രഷർ. അതായത് ഇപ്പം എൻജിൻ കുറേ ഓടുന്നുണ്ട്, അപ്പോൾ കറണ്ട് നന്നായിട്ട് ഓടുന്നുണ്ട്. അതുകൊണ്ട് മെയിനായിട്ട് മിക്ക സൈറ്റുകളിലും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ലോ ഓയിൽ പ്രഷർ. ലോ ഓയിൽ പ്രഷർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻജിന് ഓയിൽ പ്രഷർ സെൻസ് ചെയ്യാത്ത കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ ഓയിൽ പ്രഷർ സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ്, ഇതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ടും കംപ്ലയിൻറ്റ് സംഭവിക്കുന്നത്. ബട്ട് ഇപ്പം കണ്ടുവരുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ തീർന്ന് പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് ആകത്തില്ല. അതായത് ഡീസൽ തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 0.0 ബാർ എൻജിൻ ഓയിൽ പ്രഷർ, അപ്പോൾ ഇവിടെ ഓയിൽ പ്രഷർ അലാറം വന്നിട്ട് എൻജിൻ സ്റ്റാർട്ടാകാതെ വരും. ഡീസൽ തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പം എൻജിൻ എയർ എടുത്ത് നിൽക്കുമായിരിക്കും. അപ്പോൾ എൻജിൻ എയർ എടുത്ത് നിൽക്കുന്ന സമയത്ത് എൻജിൻ സ്റ്റാർട്ടാകണം. അപ്പം കുറേ ക്രാങ്കായിട്ട് എൻജിൻ നേരെ ഓയിൽ പ്രഷർ അലാറത്തിലോട്ട് പോകും. അതായത് ഓയിൽ പ്രഷർ സെൻസ് ചെയ്യാത്ത വരുമ്പോൾ അലാറം ഇവിടെ ലോ ഓയിൽ പ്രഷർ അലാറം വന്നിട്ട് എൻജിൻ സ്റ്റാർട്ടാകാതെ വരും. ഇപ്പോൾ എന്നാ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മെയിനായിട്ട് സ്വിച്ചിൻ്റെയും സെൻസറിൻ്റെയും കംപ്ലയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കണക്ഷൻ്റെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും മെയിനായിട്ട്. അപ്പോൾ ഇപ്പം നിലവിലിങ്ങനെ കുറച്ച് സൈറ്റുകളിങ്ങനെ അടുപ്പിച്ച് കംപ്ലയിൻറ്റ് വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പം ഡീസൽ തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻജിൻ സ്റ്റാർട്ടാവില്ല. അപ്പം നേരെ ഓയിൽ പ്രഷർ അലാറത്തിലോട്ട് പെട്ടെന്ന് തന്നെ പോകും. അപ്പം അത് തന്നെ അങ്ങനെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ ഫില്ല് ചെയ്യുക, കൺട്രോളർ ഓഫ് ചെയ്യുക, ദെൻ ഓൺ ചെയ്യുക. അപ്പം നമുക്ക് അലാറം പോകും. അപ്പം പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും. അപ്പം എയർ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എയർ കളയേണ്ടതായിരിക്കും. പുതിയ എഞ്ചിനുകളിലൊക്കെ ആണെങ്കിൽ എയർ കളയേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പം പമ്പിൻ്റെയൊക്കെ പ്രശ്നം സംഭവിക്കാം. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം 20% ഡീസൽ താഴെ പോകാൻ ശ്രദ്ധിക്കുക. മാക്സിമം 20% ഡീസൽ നമ്മൾ ഇതിനകത്ത് സൂക്ഷിക്കുക. 20% ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റീഫിൽ ചെയ്യാൻ ശ്രമിക്കുക. കുറേ നേരം ഓടുന്ന എഞ്ചിനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 2000 രൂപയ്ക്ക് മേടിക്കുന്നത് 5000 രൂപയ്ക്ക് മേടിച്ച് ഡീസൽ മേടിച്ച് നമ്മളതൊന്ന് കീപ്പപ്പ്, അത് ഡെവലപ്പ് ചെയ്യുകയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഈ അലാറം കണ്ട് ആരും പേടിക്കേണ്ട. അപ്പോൾ അതങ്ങനെ എൻജിൻ സ്റ്റാർട്ടാകാതെ വരുമ്പോഴാണ് മെയിനായിട്ടും അങ്ങനെ അലാറം കാണിക്കുന്നത്. അപ്പം മച്ചാന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.